ഇഞ്ചി. ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 500 ഗ്രാം ചിക്കൻ ഉണ്ട്. അതിലേക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. നമുക്കൊരു ചിക്കൻ വെച്ചിട്ട് ഒരു മസാലക്കറി ഉണ്ടാക്കിയെടുത്താലോ. 1 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ മഞ്ഞളിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ മുളകിൻ്റെ പൊടി, ഉപ്പ് ആവശ്യം പോലെ ഇട്ട് കൊടുത്താൽ മതി. തൈര് അത് നന്നായി ചേർത്ത് വെച്ച് കുറച്ച് സമയം ഒന്ന് ചേർത്ത് വെച്ച് കൊടുക്കാം. നമുക്ക് നന്നായി കുഴച്ച് വെക്കണം. ഇതൊരു 10-25 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ടാകും. കുഴച്ച് വെച്ച് മസാലയൊക്കെ പിടിച്ചാൽ കുറച്ച് മസാല തയ്യാറാക്കാം. 1 ടീസ്പൂൺ മല്ലി, 1 ചെറിയ കഷ്ണം പട്ട, 3-4 ഏലക്കായി, 1 സ്റ്റാർ, 4 കറാമ്പൂ, 1 ചെറിയ കഷ്ണം ജാതിക്ക. നമുക്ക് ഇട്ടിട്ട് 1/2 കിലോ ചിക്കനേ ഉള്ളൂ. 600 ഗ്രാം ചിക്കൻ ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ. നമുക്കിനി ഇതൊന്ന് വറുത്തെടുക്കാം. മുളക്, വറന്ന് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇതേപോലെ ചതക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണ് ജാസ്തി ഉള്ളത്. നല്ലോണം മൂത്ത് വരട്ടെ. സവാള മൂത്തിന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതക്കി വെച്ചെടുക്കുക. നല്ല ചൂടുള്ള ഓയിലായതുകൊണ്ട് പച്ച ചുവ വേഗം പോയിപ്പോകും. അല്ലെങ്കിൽ ഭയങ്കര പച്ച ചുവ ഉണ്ടാവും. ഇഞ്ചിക്കും വെളുത്തുള്ളിക്കൊക്കെ. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നാല് ചെറിയ തക്കാളിയാണ്. ചെറിയ തക്കാളിയാണ്. ചെറിയ ഇത് നന്നായി വെന്തോട്ടെ. ഇതിൽ കിടന്നിട്ട് ഇപ്പോൾ തക്കാളി നമ്മൾ വെച്ചെടുത്തത് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ച മസാല ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ പൊടിച്ച് വെച്ച മസാലയൊക്കെ ഇതിൽ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒരു 10-25 മിനിറ്റ് വെച്ചിട്ടുണ്ട് ചിക്കൻ ഇതെല്ലാം കുഴച്ചിട്ട്. അപ്പോൾ മസാലയൊക്കെ നന്നായി പൊരിച്ച് വന്നിട്ടുണ്ട്. ഈ ചിക്കനെ ഇതിൽ നന്നായി ഇളക്കി ചേർത്തെടുക്കാം. പിന്നെ മൂടി വെച്ച് കൊടുക്കാം.
ചേർത്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, ഇട്ടിട്ടെടുക്കാം. ഇനി ഇത് കുഴച്ച് വെച്ച വെള്ളം ഉണ്ടല്ലോ അതായത് കുഴച്ച് എന്നിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി കൊടുക്കുക. ഒന്ന് പൊരിഞ്ഞ് വന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകുക. ഇതൊന്ന് മൂടി കൊടുക്കാം. ഉപ്പ് കറക്റ്റായിട്ടുണ്ട്. നമുക്കിതൊന്ന് മൂടി കൊടുക്കാം. വേട്ടെ. ഇത് നന്നായി ഒന്ന് മുരിഞ്ഞ് വരട്ടെ. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇത് വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് ചിക്കനിൽ തന്നെ ഉണ്ടായ വെള്ളം കേട്ടോ. ഇത് വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1-2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അത് ഇനി അവിടെ കിടന്ന് വേവട്ടെ. നമ്മുടെ ചിക്കൻ മസാലക്കറി ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. ഇതുപോലൊരു മസാലക്കറി ഉണ്ടാക്കി നോക്കിയാട്ടെ. കറിയുണ്ട്, മസാലയുണ്ട്, എല്ലാം ഉണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പത്തിരിക്കോ പൊറാട്ടക്കോ ചപ്പാത്തിക്കോ എന്തിനു വേണമെങ്കിലും കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റുണ്ട്, ആവശ്യത്തിനുള്ള കറിയുണ്ട്, എല്ലാം ഉണ്ട്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ കൂടി. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ മതി. തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുത്തെടുക്കണം. ഫ്രണ്ട്സിനും കുടുംബത്തിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യും വേണേ. ഓക്കെ, ബൈ.